ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശ് MP-യെ കേസ് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്യുകയാണ്. ശബരിമലയിലെ സ്വർണം കട്ടവരും അത് വാങ്ങിയവരും വിറ്റവരും ഉൾപ്പെടെയുള്ള പ്രതികളുമായി സംസ്ഥാനത്തിനകത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ചും ഒത്തുചേരുകയും കൂടിക്കാഴ്ച നടത്തുകയും പാരിതോഷികങ്ങളും മറ്റും സ്വീകരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് SIT ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്വർണം വാങ്ങിയ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുമായി അടൂർ പ്രകാശ് പലതവണ കൂടിക്കാഴ്ച നടത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ അതീവ സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് സ്വർണ്ണക്കൊള്ള നടത്തിയ പ്രതികൾക്ക് പ്രവേശനം ഒരുക്കിയതിൽ അടൂർ പ്രകാശിന് നിർണായക പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ഇതുമായി ബന്ധപ്പെട്ട ഫോട്ടോകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പ്രതികളുമായി ചേർന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഗൂഢാലോചന നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. പ്രതികളിൽ നിന്ന് പാരിതോഷികങ്ങൾ സ്വീകരിച്ചോ എന്നും SIT പരിശോധിക്കുകയാണ്. മോഷണ സ്വർണം കൈകാര്യം ചെയ്തതിൽ MP-ക്ക് അറിവുണ്ടായിരുന്നോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തത തേടുന്നത്. അടൂർ പ്രകാശിനെ പോലീസ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ളയിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമടക്കം SIT ചോദിച്ചറിയുന്നുണ്ട്. അതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ സദ്യയും അന്നദാനവും സ്പോൺസർ ചെയ്തതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ആറ്റിങ്ങലെ MP-യും നിലവിൽ UDF കൺവീനറുമായ അടൂർ പ്രകാശിനെ ചടങ്ങിനായി പോറ്റി ശബരിമലയിലേക്ക് എത്തിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് 2017 ജനുവരി 1 സദ്യ ഉദ്ഘാടനം ചെയ്തത്. CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ദേവസ്വം ബോർഡ് മുൻ അംഗവുമായ K രാഘവനാണ് 2018 ജനുവരിയിലെ അന്നദാനം ഉദ്ഘാടനം ചെയ്തത്. ഉണ്ണികൃഷ്ണൻ പോറ്റി സദ്യയും അന്നദാനവും സ്പോൺസർ ചെയ്തതിന്റെ മറവിൽ ഭക്തരിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ സംഭാവനയായി സ്വീകരിച്ചിരുന്നു എന്ന് ദേവസ്വം വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. അടൂർ പ്രകാശിനെ പോലെയുള്ള ഉന്നതരെ മറയാക്കിയായിരുന്നു ഈ തട്ടിപ്പെന്ന് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. പോറ്റി ശബരിമലയിൽ നടത്തിയ അന്നദാനം താൻ ഉദ്ഘാടനം ചെയ്തിരുന്നുവെന്ന് അടൂർ പ്രകാശ് നേരത്തെ പറയുകയും ചെയ്തു. ശബരിമലയിലെ അന്നദാനം ഉദ്ഘാടനം ചെയ്യാൻ എത്തണമെന്ന് പോറ്റി തന്നോട് പറഞ്ഞിരുന്നുവെന്നും അതിനാണ് താൻ പോയതെന്നും അടൂർ പ്രകാശ് പറഞ്ഞിരുന്നു. എന്നാൽ അന്ന് പോറ്റി ഒരു കാട്ടുകള്ളനാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായിരുന്നു. 90 ദിവസമായിട്ടും കേസിൽ കുറ്റപത്രം നൽകാത്തതിനാൽ ദ്വാരപാലക പാളി കേസിന് പിന്നാലെ കട്ടിലപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചതോടെയാണ് 110 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പോറ്റി പുറത്തിറങ്ങുന്നത്. മറ്റ് പ്രതികളായിരുന്ന മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് എന്നിവർക്ക് പിന്നാലെയാണ് ഒന്നാം പ്രതിയായ പോറ്റിക്കും ജാമ്യം ലഭിച്ചത്. സ്വർണം കട്ടവർ ആരപ്പ, അത് സഖാക്കളാണ് അയ്യപ്പ എന്ന മുദ്രാവാക്യം വിളിക്ക് ശക്തി കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ സ്വർണം കട്ടതുമായി ബന്ധപ്പെട്ട കോൺഗ്രസുകാരാണ് സഖാക്കളേക്കാൾ മുന്നിൽ ഉള്ളത്. സമുന്നത നേതാവായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തിനു പോയി എന്നതും ഉടനെ വ്യക്തമാകും. സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചതിൽ സതീശനും ചെന്നിത്തലയും ഒക്കെ വികാരപരിതരാകേണ്ട കാര്യമൊന്നുമില്ല. തീയില്ലാതെ പുകയുണ്ടാവില്ല. സത്യങ്ങൾ എപ്പോഴാണെങ്കിലും പുറത്ത് വരിക തന്നെ ചെയ്യും.